ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നടക്കും മറ്റേ ഒരു കാർ ഷോറൂമിൻ്റെ ഒരു എപ്പിസോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പാർട്ട് 3 ആയിട്ടാണ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും വന്നേക്കണം ഒരു കിടുക്കാച്ച് വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഓക്കെ അപ്പം എൻ്റെ ചാനൽ ഇത്രയിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലേക്ക് കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളെല്ലാം വേറെ ലെവലാണ്. ഓക്കെ അപ്പം നമുക്കെന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്കെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ് ഗൈസ്. ഓക്കെ അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ആകെ വിഷമത്തോടെ എന്തായാലും ഞാൻ ഇവിടെ എന്തായാലും ഏതാണ് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ടൊന്ന് വെളിയിലൊക്കെ എന്തായാലും ഇറങ്ങിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ ആകെ വിഷമത്തിൽ കാര്യങ്ങളൊക്കെയാണൊക്കെ നമ്മളാകെ തകർന്നിരിക്കുകയാണൊക്കെ. എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. ഓക്കെ ഓക്കെ നമ്മുടെ മാഫി എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഏതാണ് കാർ ഷോറൂം കംപ്ലീറ്റിൽ എന്തായാലും അവന്മാരെന്തായാലും പൊട്ടിച്ച് ഫുള്ളായിട്ട് എന്നാലും തന്നെ കത്തിച്ചെന്തായാലും കളഞ്ഞു. ഓക്കെ അപ്പം അതിൻ്റെ ഒരു വിഷമത്തിൽ കേരളമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് സമാധാനപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും ഇതുവരെ എന്തായാലും വന്നത്. ഓക്കെ ഇനി നമുക്ക് ഇവിടെ നേരെ ഓടിച്ചെന്തായാലും നമ്മുടെ ഏതാണ് കാർ ഷോറൂമിലോട്ട് എന്തായാലും നമുക്ക് എന്തായാലും ഒന്നെന്തായാലും പോയി എന്തായാലും നോക്കാം. ഓക്കെ എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ടേക്ക് പോകാം. ഇനി അതവന്മാർ കത്തിച്ചാന്തോ എനിക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ അതുമാർ ചെയ്യും. ഓക്കെ ഇവന്മാർ കൊടും ക്രിമിനലാണ്. ഓക്കെ അപ്പം എന്തുവേണമെങ്കിലും ചെയ്യാനായിട്ട് ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ വണ്ടിയാണെങ്കിൽ കുറേ തട്ടുകയും ചെയ്തു നമ്മുടെ GTR കാര്യങ്ങളൊക്കെ. തട്ടണമെങ്കിൽ തട്ടിട്ട് ഒന്നാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ഓക്കെ അതുകൊണ്ട് വണ്ടി കുറേയൊക്കെ തട്ടി. ഓക്കെ ആകെ വിഷമവും കാര്യങ്ങളൊക്കെ ആണ് കേസ് നമ്മളൊക്കെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുനടന്ന ഒരു ഷോറൂമാണ് അവന്മാർ കത്തിച്ചളഞ്ഞത്. ഓക്കെ കത്തിച്ചില്ല, കംപ്ലീറ്റ്ലി അടിച്ച് നശിപ്പിച്ച് അതാണ്. ഓക്കെ ഫുള്ളായിട്ട് അത് പോയോ, ഇനി അത് ഒന്നിനും കൊള്ളത്തില്ല. ആ ഒരു കാർ ഷോറൂമും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ അപ്പം നമുക്കെന്തായാലും നേരെ എന്തായാലും നമ്മുടെ ആ ഒരു ഏതാണ് കാർ ഷോറൂമിലോട്ട് എന്തായാലും നമുക്ക് നൈസായിട്ട് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ ഞാൻ എന്തായാലും നേരെ എന്തായാലും അവിടെയാണ് എന്തായാലും ഇപ്പൊക്കെയുണ്ട് എന്തായാലും നിൽക്കണം. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എന്തായാലും നമ്മുടെ കാർ ഷോറൂമിലോട്ട് പോവാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് പോകും. ഓക്കെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് വരും, അവിടെ ഫുള്ളായിട്ട് ഫയർ എഞ്ചിനും എല്ലാ വണ്ടികളും വന്നേക്കാണ്. ഓക്കെ അപ്പോൾ അവിടെ ആകെ വൺ സീനായി കിടക്കുകയാണ്. ഓക്കെ കംപ്ലീറ്റ്ലി പോയേക്കാണ്. ഓക്കെ അതിൻ്റെ ഫ്രണ്ടിലുള്ള കൺസ്ട്രക്ഷൻ ഏരിയയുടെ അവിടെ ഓരോ വണ്ടികളും ഞങ്ങളൊക്കെ എന്തായാലും തെറിച്ചെന്തായാലും വീണു. ഓക്കെ നമ്മുടെ ഷോറൂമിൻ്റെ അവസ്ഥയും ഞങ്ങൾക്ക് ഇതാണ്. ഓക്കെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, കാണിച്ചു തരാൻ ജസ്റ്റ് ഫുള്ളായിട്ട് പോയി കിടക്കുന്നുണ്ട് വണ്ടികളൊക്കെ അതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് പോയി കിടക്കുകയാണ്. ഓക്കെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ അത് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നണം. ഓക്കെ നമുക്കെന്തായാലും തിരിച്ച് നേരെ എന്തായാലും ഗൈസ് നമ്മുടെ ഏതാണ് വീട്ടിലോട്ടേക്ക് നമുക്കെന്തായാലും പോവാം. ഓക്കെ നമുക്കെന്തായാലും നേരെ എന്തായാലും നമ്മുടെ വീട്ടിലോട്ടേക്ക് നമുക്കെന്തായാലും പോകാം. ഇനി അതാണ് നമുക്ക് ആകെയുള്ള ഐറ്റം എന്ന് വെച്ചാൽ. ഓക്കെ നമുക്കെന്തായാലും നേരെ എന്തായാലും അങ്ങോട്ട് എന്തായാലും കത്തിച്ചിടും. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ വീട്ടിലോട്ടേക്ക് നമുക്കെന്തായാലും പോവാം. ഓക്കെ നമുക്കെന്തായാലും അതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ പോയി കഴിച്ചിട്ട് വരും. എന്നാലും ഒന്നും കഴിച്ചില്ല വിഷമം കൊണ്ട്. ഓക്കെ അപ്പോൾ ആകെ ഇതായിരുന്നു. ഓക്കെ നമുക്കെന്തായാലും പോകും. ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് തുറന്നിട്ടില്ല. ഓക്കെ നമുക്കെന്തായാലും താഴെ എവിടെയായിട്ടൊരു റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, അവിടെ എന്തായാലും നമുക്ക് പോയി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിയും. ഇനി നമ്മുടെ വീടും ജീവനോടെ ഉണ്ടാകുന്ന തന്നെ എനിക്കൊരു പിടിയും തന്നെയല്ലേ. ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ സൂപ്പർ ഫുഡാണ് ഇവിടുത്തെ. ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോയി കഴിച്ചിട്ട് വരാം. ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ മറ്റേ GTR ആണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ളത്. ഓക്കെ അപ്പോൾ നമുക്ക് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് എന്നാലും വരാം. ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ ഇവിടെ എന്തായാലും ഞാൻ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എന്തായാലും വയറൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഓക്കെ ഞാൻ ഇന്നലെ ഇട്ടിരിക്കണ ആ സെയിം ഡ്രസ്സ് തന്നെയാണ്. ഓക്കെ ഡ്രസ്സ് മാറ്റണമെന്നും സമയം കിട്ടിയില്ല, ഞാൻ വീട്ടിൽ പോലും പോയില്ല, ഞാൻ ഇവിടെ വണ്ടിക്കകത്ത് കിടക്കുകയായിരുന്നു, ഇവിടെ സൈഡിൽ ഒതുക്കി. നമുക്കെന്തായാലും ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ തിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ എന്തായാലും നമ്മുടെ
വീട്ടിലോട്ടേക്ക് നമുക്ക് എന്തായാലും ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്തൊക്കെയാണെന്ന് ഒരു പിടിയും തന്നെ ഇല്ല. ഓക്കെ, ഇതെന്താണ് സീൻ? അല്ല, എയർപോർട്ടിൽ ഒരു താറക്കിടക്കണ. ഇതെന്താണ്? വണ്ടികളൊക്കെ വെളിയിൽ കിടക്കണ. ഇവിടെ എന്തിനു സംഭവിച്ചാ? ഇതെന്താണ്? ഇതെന്ത് ഇങ്ങനെ? GTR വെളിയിൽ കിടക്കണ താറക്ക. വീടിന്ന് ഇങ്ങനെ കിടക്കണ അലങ്കോലായിട്ട്. വണ്ടികളൊക്കെ എങ്ങനെ ഇങ്ങനെ ആയത്? എൻ്റെ മോനെ, നമ്മുടെ GTR താറ്. കുറേ വണ്ടികൾക്ക് നമ്മുടെ സ്റ്റോക്ക് ആയിരുന്നു. കുറേ ഇവിടെ ഗോൾഡൻ GTR അല്ലേ കിടക്കണ. ചേട്ടാ, ഇവന്മാര് വണ്ടി കംപ്ലീറ്റ്ലി നശിപ്പിച്ചേക്കണ്. നമ്മുടെ വീട് ഫുള്ളായിട്ട് ഇവന്മാർ നശിപ്പിച്ചേക്കാണ് കേട്ടാ. നമ്മൾ ഒരു പെയിൻറ്റിങ്, ഒരു ഡിസൈൻ, ഒരു മോഡിഫിക്കേഷൻ പോലും ചേർത്ത് ഫ്രഷ് വണ്ടികളായിരുന്നു സ്റ്റോക്കായിട്ട് ഇവിടെ കുറേ കൊണ്ടിട്ടുണ്ട്. അതെല്ലാം ഇവന്മാർ നശിപ്പിച്ച് പണ്ടാരടക്കിയിട്ടുണ്ട്. ഇതെന്താണ് സീൻ? ഫുള്ള് പോയേക്കാണ്. ഫുള്ളായിട്ട് ഇവിടെ ഇതാണ്. ഓക്കെ, ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഫെറാറി കിടക്കുകയാണ്, നമ്മുടെ GTR കിടക്കുകയാണ്. ഇവിടെ മണ്ടയ്ക്ക് ഒരു GTR കിടക്കുകയാണ്. ഇതെന്താണെന്ന് അറിയണം. നമ്മുടെ ഗോൾഡൻ GTR എല്ലാം വെള്ളത്തിൽ കിടക്കുകയാണ്. R15 എല്ലാം ഇവന്മാർ നശിപ്പിച്ചേക്കാണ്. ഓക്കെ, ഇവന്മാരിപ്പോൾ നമ്മുടെ വീട്ടിലും വന്ന് അറ്റാക്കുകളൊക്കെ നടത്തിയിരുന്നു കേട്ടാ. എന്ത് കഷ്ടമാണ്. നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് ഇത്രയും ബിൽഡപ്പൊക്കെ ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു വീടായിരുന്നു. നമ്മൾ കുറേ ആഗ്രഹിച്ച് ഉണ്ടാക്കിയെടുത്തൊരു വീടാണ്. ഓക്കെ, നല്ല വിലയുള്ള ഒരു കിടിലൻ വീടായിരുന്നു. ഓക്കെ, അത് ഈ കോലത്തിലാക്കി തന്നു. ഓക്കെ, ഇവിടെ പോർഷെ കിടപ്പുണ്ട്. എല്ലാവന്മാരും നശിപ്പിച്ചേക്കാണ്. ബൈക്കൊക്കെ ഇവിടെ പൊളിഞ്ഞ് കിടക്കുകയാണ്. ഓക്കെ, ഇതെന്ത് സാധനമാണ്? ഇത് അടിയിൽ ഇവന്മാർ ഇട്ട് വെച്ചിട്ടുള്ള ബോംബ് പോലെയാണോ എന്തോ. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മുടെ മസ്താങ്ക്, പിന്നെ നമ്മുടെ താറും കിടപ്പുണ്ട്. എൻ്റെ മോനെ, ഇതെന്താണ് സീനെന്ന് എനിക്ക് ഒരു പിടിയും തന്നില്ല. നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും വെളിയിലോട്ടേക്ക് ഇറങ്ങാം. ഓക്കെ, നമുക്കെന്തായാലും വെളിയിലോട്ട് ഇറങ്ങാം. നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ ഏതാണ് ലെസ്റ്ററിനെ ഒന്ന് എന്തായാലും വിളിച്ച് ചോദിക്കാം ഇവിടെ എന്താണ് ഈ ആയി കിടക്കണേന്ന്. എൻ്റെ മോനെ, എൻ്റെ മോനെ, ഇതെന്താണ് സീൻ? ഗായ്സ്, നമ്മുടെ വണ്ടികളെല്ലാം കത്തിയേക്കാണ്. എൻ്റെ മോനെ, ഇവന്മാര് നമ്മുടെ എല്ലാ വണ്ടിയും നമ്മുടെ GTR കത്തി. ഓ നോ, നമ്മുടെ എല്ലാ വണ്ടിയും പോയേക്കാണ്. എന്ത് തേങ്ങയാണല്ലേ ഇത്. എന്നാലും ഇത് എങ്ങനെയാണെന്തോ. ഞാൻ എന്തായാലും ഒന്നും കൂടെ ലെസ്റ്റർ ഒന്ന് വിളിച്ചു നോക്കിയിട്ട്. ഓക്കെ, ലെസ്റ്റർ ഫോൺ എടുക്കണില്ല. എന്താണ് സീനെന്ന് എനിക്കൊരു പിടിയില്ല. നമ്മുടെ പേഴ്സണൽ കാറായിട്ടുള്ള GTR പൊട്ടിത്തെറിച്ച്. പക്ഷെ ഗൈസ്, അതേപോലെ തന്നെ ഒരു GTR ഇവിടെ വെളിയിൽ കിടപ്പുണ്ട്. നമ്മുടെതാണ് ഇത്, സ്റ്റോക്കായിട്ടുള്ള. പക്ഷെ അത് സ്പെഷ്യൽ എഡിഷൻ ആയിട്ടുള്ള GTR നമ്മൾ കുറേ ആഗ്രഹിച്ചെടുത്തതാണ്. ഇതിനെല്ലാം കൂടെ ചേർത്ത് നമ്മളെല്ലാം 8ൻ്റെ പണി അമ്മമാർ കൊടുക്കണതാണ്. നമ്മുടെ എല്ലാ കാറും നശിപ്പിച്ചേക്കാണ് കേട്ടോ. ഇവിടെയുള്ള ഈ വണ്ടികളൊന്നും പൊട്ടിയില്ല. ബാക്കിയുള്ള എല്ലാ കാറുകളും നശിപ്പിച്ചിട്ടുണ്ട് അമ്മമാർ. എന്ത് കഷ്ടമാണ് ഗൈസ്. ഓക്കെ, ഇതിനിട്ടുള്ള നല്ല മുട്ടൻ പണി നമ്മൾ കൊടുക്കുന്നതാണ് ഗൈസ്. ഓക്കെ, ഇതിനിട്ട് നല്ല 8ൻ്റെ പണി നമ്മൾ കൊടുക്കണതാണ് ഇവന്മാർക്ക്. നമുക്ക് ഇതിൻ്റെ അകത്തെങ്കിലും കയറാൻ പറ്റുമോ? ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നില്ല കയറാൻ പറ്റുമെന്ന്. ഓക്കെ, നമ്മളങ്ങനെ കയറിയിട്ടുണ്ട്.
ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഈ താറൊന്നും എടുത്ത് മാറ്റാൻ പറ്റിയ നോക്കാനാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ആ ഒരു താറുകളൊക്കെ നൈസായിട്ട് നമ്മളെന്തായാലും ഇവിടെ എന്തായാലും കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ GTR എടുക്കാം. നമ്മുടെ ഇതേ സെയിം മോഡലാണ്, പക്ഷേ ആ വണ്ടി ഇങ്ങനെ പോയി. എന്ത് കഷ്ടമാണ്, നമ്മൾ കുറേ ആഗ്രഹിച്ച് എടുത്ത വണ്ടിയും കാര്യങ്ങളൊക്കെയാണൊക്കെ അത് ഈ ഗതിയിലായിട്ടുണ്ട്. ഓ മാൻ, ഓ ഈ വണ്ടിയും പോയേക്കാണ്. എല്ലാ വണ്ടിയും എന്താണ് സീനെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഈ എല്ലാ വണ്ടികളും ഇവന്മാർ നശിപ്പിച്ചേക്കാണ് കേട്ടാ. ഇവിടെ നിന്ന് ഇപ്പോൾ ഏത് വണ്ടി എടുക്കുക, എല്ലാം സ്റ്റക്കായി ആകെ അലമ്പായി കിടക്കുകയാണ് ഇവിടെ. ഇതെങ്കിൽ ഇത് എന്തോരായാലും മതി. ഓ എല്ലാ വണ്ടികളും സ്റ്റക്കായി കിടക്കുകയാണ് കേട്ടോ. ഒരു വണ്ടികളും ആനങ്ങളില്ല. നമ്മുടെ വണ്ടികളെല്ലാം നശിപ്പിച്ചേക്കാണ് കേട്ടോ ഇവന്മാർ. ഇത് കഷ്ടമാണല്ലേ. ഓക്കെ, ഈ GTR എടുക്കാൻ പറ്റിയാൽ മതി. ഓക്കെ ഞാൻ അങ്ങനെ ഇതെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് ഇതിവിടെ സ്റ്റക്കായ കാണാം. ഇവിടെ ഫുള്ള് വണ്ടികളാണ്. നൈസായിട്ട് എൻ്റെ ഇടയിൽ കൂടെ വെള്ളച്ചെടുക്കാം. ഈ ഫെറാറി ഒന്ന് വെള്ളത്തിൽ കൊണ്ടിരുന്നേ കൊള്ളായിരുന്നു. ഈ വണ്ടിയാണ് ഇവിടെ കുഴപ്പം. പക്ഷെ കണ്ട വണ്ടി പോണില്ല, കണ്ട സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഫുള്ള് ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. എന്താണല്ലേ, ഒരു വണ്ടി പോലും എടുക്കാൻ പറ്റണില്ല നേരെ. എന്താണിത്, ഫുള്ള് പോയി കിടക്കുകയാണ്. എല്ലാം കുടുങ്ങി കിടക്കുകയാണ്. ഒരു വണ്ടി പോലും അനങ്ങണവും ഇല്ല, ഫുള്ള് കുടുങ്ങി കിടക്കുകയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ സൂപ്പർ പറ്റിയും എടുക്കാം. ഈ സൂപ്പർ എടുക്കാൻ പറ്റിയ അതും ഫുള്ള് പോയി കിടക്കുകയാണ്. പക്ഷെ ഇതെന്താണല്ലേ, ഫുള്ള് പോയി കിടക്കുകയാണ്. നമുക്കൊരു വണ്ടി നേരെ എടുക്കാൻ പറ്റൂലെന്ന് തോന്നണ്. സമയമെല്ലാം പോവാണ്. ഏത് വണ്ടിയാലും മതിയടേ, ഇത്തിരി ഇവിടെ നിന്ന് പോവാൻ പറ്റിയാൽ മതി. ഇതെങ്കിൽ ഇത് കോപ്പ് സാധനം ഇത്. ഒയ്യോ, അടിപൊളി. ഇത് വെള്ളത്തിൽ വീണു, നല്ല കാര്യം. അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ള. പിന്നെ ആ വണ്ടി എടുക്കാൻ പറ്റില്ല, അത് മതി. പോണെങ്കിൽ പോട്ട്, എല്ലാ വണ്ടികളും ഇവന്മാർ നശിപ്പിച്ചോളാം. ഇനി ഇതും കൂടെ ബാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം. നമുക്കെന്തായാലും ഈ GTR എടുത്തോണ്ട് അങ്ങ് പോവാം. ഇതിനിട്ടുള്ള നല്ല 8ൻ്റെ പണി നമ്മൾ കൊടുക്കുന്നതാണ് മാർക്ക്. ആ GTR എടുക്കാം നമുക്ക്, ആ റെഡ്. ഇത് വെച്ചാൽ തന്നെ തട്ടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി വെള്ളത്തിൽ പോകാതിരുന്നാൽ മതി. ഇത് വെച്ചൊരു തട്ട് എടുക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ അതങ്ങനെ വെള്ളത്തിൽ പോകാതെ എടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ ഒരുപാട് കേട്ടോ. ഇത് പുകയാണ്. എൻ്റെ ഒമ്പോ, ഇത് ഡാമേജ്ഡാണ്, നല്ല ഡാമേജ്ഡാണെന്ന് തോന്നണ്. മറിച്ച് എങ്ങനെയെങ്കിലും ഇടർ ചെയ്യുന്നു. ഒരു ഇടിയും കൂടെ കൊടുക്കാം. അതിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് ആ GTRൻ്റെ. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും പോയി ഒരു തട്ട് കൂടെ കൊടുക്കാം. അപ്പം അത് നേരെ ആവും തോന്നണ്. ഓക്കെ അതങ്ങനെ നേരെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതെന്തായാലും ഇവിടെ ഇടാം. അയ്യോ ആ GTR കൂടെ വെള്ളത്തിൽ പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ആ GTR നമ്മുടെ പേഴ്സണൽ നമ്മൾ മോസ്റ്റ് പവർഫുള്ളായിട്ടുള്ള ആ GTR വെള്ളത്തിൽ പോയി ഗൈസ്. അതാണ് സീനൊക്കെ. വെള്ളത്തിലല്ല, അത് ഫുള്ളായിട്ട് അവന്മാർ പൊട്ടിച്ചളഞ്ഞു. അതിൻ്റെ അടുത്ത് സ്റ്റിക്കി ബോംബ് എന്തോ ഉണ്ടായിരുന്നു കേട്ടോ, അതങ്ങനെ പോയിട്ടുണ്ട്. അത് നല്ലൊരു വണ്ടിയായിരുന്നു, ഞാൻ ആഗ്രഹിച്ചെടുത്തതാണ്. നല്ല വിഷമമുണ്ട്. എന്തിനാ ഗൈസ്, നമ്മുടെ എല്ലാ വണ്ടിയും പോയേക്കാണ്. ഇവിടെ കണ്ട ഫുള്ള് ബോഡി ഹീറ്റുകളൊക്കെ ഇളവി കിടക്കുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഒരു താറാണ് ഇതിൻ്റെ അകത്ത് കിടക്കണ കണ്ടാ. നമ്മുടെ വണ്ടിയാണ് ആ താറ് കണ്ട. ഈ കിടക്കണ താറ് കണ്ട്, ഇത് നമ്മുടെയാണ്. നമ്മുടെ വണ്ടിയാണ് ഇതൊക്കെ. പക്ഷേ ഇതിവിടെ വന്ന് കിടക്കുകയാണ്. എൻ്റെ ചില്ലൊക്കെ പൊട്ടി. ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ഈ വണ്ടിയൊക്കെ. എന്തായാലും ഇപ്പോൾ എന്തായാലും ഇതും കൊണ്ട് എന്തായാലും ഒന്ന് പോവാം. നമുക്കെന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ട് എന്തായാലും അങ്ങ് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. അപ്പോൾ ഇതും കൊണ്ട് നേരെ എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ ഏതാണ് ആ ഒരു ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് എന്തായാലും പോവാം. അയ്യോ, ഇതെന്താണ് സീൻ? എൻ്റെ മോനെ, നമ്മുടെ വണ്ടിയുടെ കൺട്രോൾ നൈസായിട്ട് പോയി. എൻ്റെ മോനെ,
ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇത്രയുള്ള നമ്മുടെ ഒരു പാർട്ട് 3 കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുകളൊക്കെ ഞാൻ എന്തായാലും ഉടനെ തന്നെ എന്തായാലും ഞാൻ എന്തായാലും ഇടുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തൊരു കിടില വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.